ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പെപ്പർ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതല്ലേ ഇത് ഉണ്ടാക്കിയിട്ടോ, ഉണ്ടാക്കിയിട്ടില്ല ഫോട്ടോ ആണ്. ലാസ്റ്റ് ഇതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അളക്കണതാണ്. ഇത് ലാസ്റ്റില്ല എല്ലാം റെഡി ആയതാട്ടോ. എന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കട്ടോ. ഒരു 1.5 കിലോ ചിക്കനാട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വലിച്ച് കൊണ്ടുവച്ചാട്ടോ. നമ്മളൊരു ഇങ്ങനത്തെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടേ വെളുത്തുള്ളി, ചെറിയ ജീരകം, വലിയ ജീരകം, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടെ നമ്മൾ തൊലിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുക, ചെറിയ ജാറിൽ കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇതിക്കിട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിൽ നന്നായി വഴറ്റിയെടുക്കുക. ഈ പേസ്റ്റുകളൊക്കെ അതിൻ്റെ ഒന്ന് പച്ചമണം പോകുവോളം നിങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മളൊരു 4 സവാള, ഞാനിപ്പോൾ അത് 1.5 കിലോ ചിക്കനക്കില്ല അളവാട്ടോ പറയണത്. നിങ്ങൾ ഇതിൽ കുറച്ച് ചേർക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ കുറച്ച് ചേർത്താൽ മതി. അല്ല നിങ്ങൾ അധികം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ഗേസ് ഈ സവാളയൊക്കെ ഒന്ന് നല്ലോണം ഇളം ബ്രൗൺ കളറിലാവോളേ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഫ്ലെയിമാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടേ ഒന്നൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് വേറെ ജോലികളൊക്കെ വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ജോലികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇളക്കിക്കൊണ്ടെന്നോളി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേറെയും ജോലിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതങ്ങനെ കാട്ടിയത്. 2 ഏലക്കായി, ചെറിയൊരു കറുകപ്പട്ട, ഒരു 2-3 ഗ്രാമ്പു ഇതിട്ട് കൊടുക്കട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊരു മണം കിട്ടാനാണ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി അതിലിട്ടിട്ടേ നല്ലോണം സവാളയൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ സവാളയൊക്കെ ഇളം ബ്രൗൺ കളറിലായിട്ടുണ്ട്. തക്കാളി ഞാൻ ഓൾറെഡി ആദ്യം ഒന്ന് വഴറ്റിയതാട്ടോ. ഞാൻ വേറെ ഒന്നൊക്കെ വഴറ്റിയതാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചിക്കൻ വെക്കണം എന്നാണ് മീനിക്ക് വഴറ്റിയതാണ്. തക്കാളി വഴറ്റിയപ്പോൾ അതിനാണ് ആരോ വിരുന്നേര് വരുന്നുണ്ടാണ്. അപ്പോൾ ചിക്കനും നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ മീനൊന്നും വെച്ചില്ല. ആ തക്കാളി വാട്ടിയത് ഈ കണ്ടിട്ട് കൊടുത്തു. 2 പണി എടുക്കാൻ നിൽക്കണ്ടല്ലേ നമ്മൾ. വെറും ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ചോറും ബാക്കിയായിട്ടുണ്ടാവും. ഞാൻ നെയ്ച്ചോറ്റക്ക് ഇങ്ങനെ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കി, ചിക്കൻ കൊണ്ടൊരു കുറുമി ഉണ്ടാക്കിയിട്ടോ. അടിപൊളിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. ഞാൻ പെപ്പർ ചിക്കൻ്റെ വീഡിയോ മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ ഇതിക്കില്ലേ നമ്മൾ മസാലപ്പൊടികൾ വെച്ചാൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോവോളം ഇതും ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. അങ്ങനെ ഇതൊക്കെ വഴന്ന് വരട്ടെ. വെളിച്ചെണ്ണ 2-3 ടീസ്പൂൺ പാരണം കേട്ടോ. ഈ ഗ്രേവികളൊക്കെ ഇതിൽ കരിയാതെ വഴന്ന് വരണമല്ലോ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ അത്യാവശ്യം പാരണം. അങ്ങനെ ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ടേ ഉപ്പ് ഞാൻ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കനായി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റും. അപ്പോഴൊന്നും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഈ മസാലയൊക്കെ ഈ ചിക്കനിലും നല്ലോണം ഒന്ന് പിടിക്കട്ടെ കേട്ടോ. നല്ലൊരു ടേസ്റ്റാട്ടോ. പെപ്പർ ചിക്കൻ ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ. ആ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇതിന് വലിയ ടീസ്പൂണ് 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലൊന്ന് അധികം പൊടിക്കണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് തിരിച്ചെടുത്താൽ മതി. പറ്റ പൊടിയാക്കിയരുതേ, തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ പൊടിച്ചതാണ്. നാടൻ കുരുമുളക് വീട്ടിലുണ്ടതിനെ കുരുമുളകാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കുരുമുളകിൻ്റെ മാതിരിയാവില്ല നമ്മളെ വീട്ടിൽ. നല്ലതാക്കാരം. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടേ നല്ലോണം ഇളക്കി കൊടുക്കുക. ആ എണ്ണയിൽ കടന്നിട്ട് ആ ഗ്രേവി അതിൻ്റെ ആ മസാലകളൊക്കെ ഇറച്ചിയിലൊന്ന് ആ ചിക്കനിൽ നല്ലോണം ഒന്ന് പിടിക്കണം കേട്ടോ. അങ്ങനെ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ.
ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കട്ടോ. ഈ തൈരിൻ്റെ പുളിയും കൂടി ആകുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ അങ്ങനെ വേണ്ട കേട്ടോ. പെപ്പർ ചിക്കനൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടാവും, ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാട്ടോ. നല്ലൊരു ടേസ്റ്റ്. ഞങ്ങൾ ചിക്കനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ നെട്ടിക്കാം. വിരുന്നുകാർക്കൊക്കെ നല്ലൊരു ആ ചിക്കനും ആ കുരുമുളകും ആ ഗ്രേവിയും അധികം വെള്ളം ഒഴിക്കുക കേട്ടോ. ആ തൈരും ഒക്കെ കൂടെ അതിൽ കടന്നിട്ടും കിട്ടേ. അപ്പോൾ എന്താ നല്ലൊരു മണം, നല്ലൊരു ടേസ്റ്റാട്ടോ. മണം തന്നെ നല്ലൊരു മണമാണ്. അങ്ങനെ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിന് കേട്ടോ ഞാൻ. ആ മസാലൻ്റെ അരവൊക്കെ ആയിക്കോട്ടെ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇതിൽ വെള്ളം ഊറി വന്നതാട്ടോ. അങ്ങനെ അടച്ച് വെച്ച് നല്ലോണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് വെച്ച് നോക്കി. അപ്പോൾ ഒന്ന് വെള്ളം കുറച്ച് അധികം ഉണ്ടായപ്പോൾ ഞാനൊന്ന് തുറന്ന് വെച്ചാണ്ട് വറ്റിച്ചാന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ അത്യാവശ്യം വെന്തുക്കണു. ഇനി ഒന്നും കൂടി ആ എണ്ണയിൽ കടന്നിട്ട് ഒന്നും കൂടി വയന്ന് വരണം. അങ്ങനെ നമ്മൾ ഏറ്റവും സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു. ഇത് വെറുംചോറിൻ്റെ കൂടി പൊറാട്ട, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ പറ്റും, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പറ്റും. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കണേ. അങ്ങനെ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അല്ലേ, കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നമ്മൾ ചിക്കനൊക്കെ എല്ലാവരും വീട്ടിൽ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.